അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് പരസ്പരം സ്നേഹമുണ്ടാകാൻ അതുപോലെ തന്നെ സഹകരണം ഉണ്ടാകാനും നമ്മൾ വിചാരിക്കുന്നവരുടെ സ്നേഹം പിടിച്ചുപറ്റാനും ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചാണ്. അതായത് പരസ്പരം സ്നേഹം, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം, അതുപോലെ തന്നെ മക്കള് ഉമ്മ വാപ്പ തമ്മിലുള്ള സ്നേഹം, ബഹുമാനം, സഹകരണം, അതുപോലെ തന്നെ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം, എല്ലായിടത്തും സ്നേഹവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? എല്ലാവരുടെയും സ്നേഹവും നമുക്ക് വേണം, സ്നേഹവും സഹകരണവും. അതുപോലെ തന്നെ നമ്മൾ അവരെ സ്നേഹിക്കാനും അവർ നമ്മളെയും സ്നേഹിക്കണം, അല്ലെ? അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കാരണം സ്നേഹം എന്നത് വലിയ ഒരു കൂട്ടായ്മ തന്നെയാണ്. സ്നേഹമുണ്ടെങ്കിലേ കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒരു വട്ടം അല്ലാഹു അക്ബർ എന്ന് പറയുക. ശേഷം ഈ ഇനി പറയാൻ പോകുന്ന 786 വട്ടം പഞ്ചസാരയിൽ മന്ത്രിച്ചു കൊടുക്കുക. പഞ്ചസാരയിലാണ് നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് മന്ത്രിച്ച് എന്തിലെങ്കിലും കൊടുക്കേണ്ടത്. ഏതാണ് ആ ഒരു കാര്യം? ആ ബിസ്മില്ലാഹി യാ ജബ്ബാറു യാ വദൂദു എന്നുള്ള ഒരു ചെറിയ ഇസ്മിനെയാണ്, അതായത് ഒരു ദിക്റിനെയാണ് എന്ത് ചെയ്യേണ്ടത്? പഞ്ചസാരയിൽ നമ്മൾ ഊതി 786 തവണ ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക? ചായയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ജ്യൂസിലോ മന്ത്രിച്ച് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കമന്റിലൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ നിറവേറ്റി തരുമാറാകട്ടെ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ഇത് ആവശ്യമായിട്ട് വരും. നിങ്ങളിത് കറക്റ്റായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ ഇതിൽ പറയുന്നത് പോലെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി നമ്മുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ. അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വീണ്ടും ഒരു പുതിയ അറിവുമായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.